ഒളിമ്പിക്സ് ഹോക്കിയിൽ PR ശ്രീജേഷിന്റെ കരുത്തിലെങ്കിലും ഫൈനലിൽ പ്രവേശിക്കാം, അതല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്നുള്ള പ്രതീക്ഷയാണ് ഭാരതത്തിൻ്റെ തകർന്നത്. ഒരു സമനിലയ്ക്ക് വേണ്ടിയാണ് ഭാരതീയരായ ആരാധകർ കാത്തിരുന്നത്. സമനില കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ PR ശ്രീജേഷ് ഒരു ഉരുക്ക് മതിൽ പോലെ അങ്ങനെ നിൽക്കുമെന്നും ഇന്ത്യയെ ജയിപ്പിക്കും എന്നും ധരിച്ചിരുന്നു. ഏതായാലും ഹോക്കിയിൽ നിരാശയാണെങ്കിലും ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സ് വിശേഷങ്ങളും മറ്റ് വാർത്തകളും ആയി നമ്മോടൊപ്പം ചേരുന്നത് ശരത്താണ്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ശരത്ത്, കാത്തിരുന്ന ഹോക്കി മത്സരം, അതിനൊടുവിൽ വലിയ ആകാംക്ഷ. അവസാന 6 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ജർമ്മനിയുടെ ലീഡ് അല്ലെങ്കിൽ വിജയം ഉറപ്പിച്ച ഗോൾ, അവിടെ നിരാശ. പക്ഷേ മറ്റൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണല്ലോ വിനേഷ് ഫോഗട്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ആവേശ കാഴ്ചകൾ, വിശേഷങ്ങൾ? നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോക്കിയിൽ നമുക്ക് ഇന്നലെ ഒരു നിരാശയാണ് ഫലമായി ലഭിച്ചത്. കാരണം ജർമ്മനിയോട് 2-നെതിരെ 3 ഗോളിന്റെ പരാജയമാണ് ഇന്ത്യ ഇന്നലെ ഏറ്റുവാങ്ങിയത്. പക്ഷേ ഇന്ത്യക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒരു വെങ്കല മെഡൽ പോരാട്ടം ഇന്ത്യയെ കാത്ത് ഇന്ന് തന്നെയുണ്ട്. അതായത് സ്പെയിനെതിരെ ഇന്ന് ഇന്ത്യക്ക് ഒരു വെങ്കല പോരാട്ടമുണ്ട്. അത് ജയിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ വെങ്കല മെഡൽ തുടരുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും ഇന്ത്യ ഇറങ്ങുന്നത്. ഒരുപക്ഷെ ആ വെങ്കല മെഡലായിരിക്കും ഇന്ത്യ ഇനി ലക്ഷ്യമിടുന്നത്. ആ ഒരു വെങ്കല മെഡൽ മാത്രമാണ് ഹോക്കിയിൽ ഇനി ഇന്ത്യക്ക് പ്രതീക്ഷയായിട്ടുള്ളത്. ഒരുപക്ഷെ ആ മത്സരം വിജയിക്കുകയാണെങ്കിൽ തുടർച്ചയായി 2ാം തവണ വെങ്കല മെഡൽ നേടുന്ന ടീമെന്ന നേട്ടം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇന്ത്യ തരത്തിൽ പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാലും വളരെ മികച്ച പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഇന്ത്യ ഇന്നലെ ഹോക്കി മത്സരത്തിനായി ഇറങ്ങിയത്. കാരണം ഹോക്കിയിൽ മെഡൽ നേടുവാൻ ഏറ്റവും സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു ടീമും ഇന്ത്യ തന്നെയായിരുന്നു. പക്ഷേ ജർമ്മനിക്കെതിരെ നമുക്കറിയാവുന്ന പോലെ ജർമ്മനി നിസ്സാരക്കാരെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ലോക ചാമ്പ്യന്മാരും അതുപോലെ തന്നെ 4 തവണ ഒളിമ്പിക്സിൽ സ്വർണ്ണമടക്കം നേടിയ ടീമും കൂടിയാണ് ജർമ്മനി. അത്തരത്തിലുള്ള ജർമ്മനിക്കെതിരെയാണ് ഇന്ത്യ പൊരുതി തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാവുന്ന പോലെ മത്സരത്തിന്റെ ഗതി പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ 7-ാം മിനിറ്റിൽ തന്നെ ലീഡ് എടുത്തത് ഇന്ത്യയാണ്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിലൂടെയാണ് ആദ്യ ലീഡ് ഇന്ത്യ എടുക്കുന്നത്. അതിനുശേഷം ലീഡ് കൈവിടുകയാണ്. അതിനുശേഷം 2 ഗോളുകൾ തുടർച്ചയായി ജർമ്മനി ഇന്ത്യൻ പോസ്റ്റിലേക്ക് അടിച്ചിടുകയും അതിനുശേഷം പിന്നീട് 2-1 എന്ന നിലയിൽ പുറകിൽ പോകുന്ന ഇന്ത്യ. എന്നാൽ അവസാനം അവിടെ നിന്ന് സുജിത് സിംഗ് ഇന്ത്യക്കായി വീണ്ടും ലീഡ് കണ്ടെത്തുന്നു. അങ്ങനെ 2-2 എന്ന് പറയുന്ന സമനില സ്വന്തമാക്കുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിലാണ് ആ ഒരു ജർമ്മനിയുടെ വിജയ ഗോൾ വരുന്നത്. അത്തരത്തിൽ ആ ഒരു ഗോളിന്റെ ബലത്തിലാണ് ഹോക്കിയിൽ ഇന്ത്യ ഇന്നലെ ജർമ്മനിക്കെതിരെ പരാജയപ്പെടുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം PR ശ്രീജേഷും അതുപോലെ തന്നെ പ്രതിരോധ താരങ്ങളും ഇന്നലെ തീർത്ത ഒരു പ്രതിരോധ കോട്ട എടുത്തു പറയേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ 3-2 എന്ന് പറയുന്ന സ്കോർ അതിലും കൂടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സ്കോർ അത്തരത്തിൽ കടക്കാനുള്ള സാഹചര്യം കൊടുത്തില്ല. 3-2 എന്ന് പറയുന്ന സ്കോറിനാണ് ഇന്ത്യ പരാജയപ്പെടുന്നത് ഹോക്കിയിൽ. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന താരത്തിന്റെ കാര്യം. കാരണം ഒളിമ്പിക്സ് ചരിത്രത്തിലെ തന്നെ ഗുസ്തിയിൽ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി മാറിയിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട്. കാരണം താരത്തിന്റെ ഇന്നലത്തെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ താരം ഇന്നലെ ഏകപക്ഷീയമായ 5-0 എന്നൊരു സ്കോറിനാണ് ക്യൂബൻ താരമായ യുസനൽസ് ലോപ്പസിനെ പരാജയപ്പെടുത്തിയത്. താരത്തിന്റെ ആദ്യ ഒളിമ്പിക്സ് ഫൈനൽ കൂടിയാണിത്. അത്തരത്തിൽ ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി മാറിയിരിക്കുകയാണ്. ഗുസ്തിയിൽ ഇതിനു മുമ്പും ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. സുശീൽ കുമാർ നമുക്കറിയാവുന്ന പോലെ 2008 ഒളിമ്പിക്സിൽ ഇത്തരത്തിൽ ഫൈനലിൽ പ്രവേശിച്ച താരമാണ്. അത്തരത്തിൽ പുരുഷ താരങ്ങൾ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ വനിതാ താരം ഇതാദ്യമായാണ് ഗുസ്തിയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു ചരിത്ര നിമിഷം കൂടിയാണ്. എന്തായാലും ഇന്ന് ആ ഒരു ഫൈനൽ പോരാട്ടം നടക്കും. നമുക്കറിയാവുന്നതുപോലെ തന്നെ മികച്ച താരങ്ങൾ, അതായത് ലോക 1-ാം നമ്പർ സീഡായ ജപ്പാന്റെ യുയി സുസാക്കി അടക്കം പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വിനേഷ് ഫോഗോട്ടെയും മത്സരങ്ങളുടനീളം ഒരു കുതിപ്പ് തുടർന്നത്. എന്നാൽ മികച്ച പ്രകടനം തന്നെയാണ് ഇന്നലെ വിനേഷ് ഫോഗോട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും ഇന്ന് നടക്കുന്ന പോരാട്ടത്തിൽ US താരവുമായി ആയിരിക്കും വിനേഷ് ഫോഗോട്ടെ ഇന്ന് ഏറ്റുമുട്ടുക. ഒരുപക്ഷെ ആ ഒരു മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ വിനേഷ് ഫോഗോട്ടിന് സ്വർണം സ്വന്തമാക്കും. അതൊരു ചരിത്ര നിമിഷമാകും. ഒരുപക്ഷെ സ്വർണം ലഭിച്ചില്ലെങ്കിൽ കൂടിയും അതൊരു വെള്ളിയാണെങ്കിൽ കൂടിയും അതൊരു ചരിത്ര നിമിഷം തന്നെ ആയി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വിനേഷ് ഫോഗോട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിലും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലും അടക്കം സ്വർണം നേടി മികവ് തെളിയിച്ചിട്ടുള്ള താരം കൂടിയാണ്. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ
ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കൂടിയാണ് വിനേഷ് ഫോഗട്ട്. അത്തരത്തിൽ നിരവധി നേട്ടങ്ങളുള്ള വിനേഷ് ഫോഗട്ടിനെ തന്റെ കരിയറിലേക്ക് ചേർക്കാൻ പറ്റുന്ന മറ്റൊരു പൊൻതുവൽ കൂടി ആയി മാറും ഏതായാലും ഒളിമ്പിക്സിന്റെ ഒരു മെഡൽ. ഏതായാലും വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ മെഡൽ വിനേഷ് ഫോഗട്ട് ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നമുക്ക് വിജയിക്കുകയാണെങ്കിൽ അത് സ്വർണ്ണ മെഡലാകും, അല്ലാത്ത പക്ഷം അതൊരു വെള്ളി മെഡലിലേക്കാകും. എന്തായാലും നിലവിൽ 3 മെഡലുകളുമായി ഇന്ത്യ 3 മെഡലുകളാണ് ഇന്ത്യക്ക് ഈ പാരീസ് ഒളിമ്പിക്സിൽ നിലവിലുള്ളത്. 3 വെങ്കല മെഡലുകളാണ്. ഈ വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ കൂടി ഉറപ്പിച്ച സ്ഥിതിക്ക് 4 മെഡലുകൾ എന്ന രീതിക്ക് 4 മെഡലുകൾ ഇന്ത്യക്ക് ഇതിനോടകം ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ആ 4ാമത്തെ മെഡൽ അത് ഒരു സ്വർണ്ണമാകട്ടെ എന്നാണ് എല്ലാ ഭാരതീയരും പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.